തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതി എന്നൊക്കെ പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 50 വർഷത്തിന്റെ ഇപ്പുറത്താണ് വാസ്തവത്തിൽ ഇത് സജീവമാവുന്നത് നമ്മുടെ ഗ്രാമജീവിതങ്ങളിലൊക്കെ, അല്ലെങ്കിൽ നമ്മൾക്ക് നേരിട്ടുള്ള ഒരു ബന്ധമൊക്കെ ഉണ്ടാകുന്നത്. പണ്ട് ഇത്ര സജീവമായിരുന്നില്ല. എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് ഏതാണ്ട് ഒരു 10-15 വയസ്സുള്ള കാലത്ത് വടക്കേക്കാട് പഞ്ചായത്തിൽ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ കാലത്തും എം എ കുട്ടിക്കായിരുന്നു പ്രസിഡന്റ് കുറെ കാലം. പിന്നെയാണ് കുറെ കഴിഞ്ഞിട്ടാണ്, എനിക്ക് തോന്നുന്നു ഒരു 20 കൊല്ലങ്ങളിൽ അങ്ങനെ തെരഞ്ഞെടുപ്പ് ഇല്ലാതെ തന്നെ അദ്ദേഹം തന്നെ പ്രസിഡന്റ് ആയിട്ടിരുന്നു പഞ്ചായത്തിലേക്ക്. അങ്ങനെ പ്രത്യേകമായിട്ട് അതുപോലെ CV ശ്രീരാമൻ 15 കൊല്ലത്തെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛൻ പ്രസിഡന്റ് ആയിരുന്നു ആ പോർക്കുളം പഞ്ചായത്തിൽ. വളരെ ഇത്രമാത്രം ഒരു ചടുല അല്ലെങ്കിൽ സജീവമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഒന്നും ഇല്ലാതെ തന്നെ പഞ്ചായത്തുകൾ നടന്നു പോകുന്നിരുന്നതാണ്. പിന്നെ എല്ലാ രംഗങ്ങളിലും രാഷ്ട്രീയ കക്ഷികൾ തങ്ങൾക്ക് ആവുന്ന വിധം ഇടപെട്ടുകൊണ്ട് അത് കൂടുതൽ സജീവമാക്കി എടുക്കാനൊക്കെ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ നമ്മുടെ ജനജീവിതത്തിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. പലപ്പോഴും ആ തെരഞ്ഞെടുപ്പ് കാലം ഒക്കെ കാണുമ്പോഴേ ഇത് വലിയ കുഴപ്പമാണല്ലോ എന്നൊക്കെ തോന്നുമായിരിക്കും. കുഴപ്പമാണല്ലോ എന്ന് തോന്നുന്നു പറഞ്ഞാൽ പരസ്പരമുള്ള സ്നേഹം അല്ലല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാവുക. പരസ്പരം തെറി വിളിക്കുക, ചീത്ത വിളിക്കുക, അവൻ കൊള്ളരുതാത്തവനാണ്, അവൻ കട്ടവനാണ്, അവൻ പെണ്ണുപിടിയനാണ്, അവൻ അങ്ങനെയാണ്. ഇങ്ങനെ അല്ലാണ്ട് മനുഷ്യരെ പറ്റി നല്ലത് പറയാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാവില്ല. പക്ഷെ അത്ഭുതം പോലെ ഈ വടക്കേക്കാട് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ അത്ര മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും കേൾക്കണ അത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. പക്ഷെ അതൊക്കെ കഴിഞ്ഞപ്പോ എല്ലാവരും തമ്മില് ഈ സ്നേഹത്തോടു കൂടിയിട്ട് പെരുമാറാനുള്ള ഒരു ആർജവം ഇവിടുത്തെ ആൾക്കാർ കാണിക്കുന്നു എന്നുള്ളത് വളരെ മാതൃകാപരമാണ്. അത് വടക്കേക്കാട് പഞ്ചായത്തില് ഏറെ സ്ഥലങ്ങളിലൊന്നും വലിയ പരിചയമില്ല എനിക്ക്. ഞാൻ എന്റെ പരിചയത്തിൽപ്പെട്ടിട്ടുള്ള വടക്കേക്കാട് പഞ്ചായത്തിലൊക്കെ അത് കണ്ടിട്ടുള്ളത്. അതിപ്പോ NMKയുടെ ഒക്കെ ഒരു ഗുണമുണ്ടായിരുന്നു. ആരായാലും, ഏത് മനുഷ്യനായാലും, ആരായാലും ചിരിക്കുക, വർത്തമാനം പറയാൻ, സ്നേഹിക്കുക, അവർക്ക് വേണ്ടത് ചെയ്യുക. അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരന്റെ ഒരു ധാർഷ്ട്യമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അത് കണ്ടിട്ടായിരിക്കും നബീലും വളർന്നിട്ടുണ്ടായിരുന്നു. നബീലിന് ആ ഒരു കാര്യം പറഞ്ഞാല് അത് വളരെ ഹൃദയപൂർവ്വം, ചില ആൾക്കാർക്കൊക്കെ എല്ലാ ആൾക്കാരും ലോകത്തുള്ളവരൊക്കെ സന്തോഷിപ്പിച്ചിട്ട് ഒരു ഭരണകർത്താവിനും മുന്നോട്ട് പോകാനൊന്നും സാധിക്കില്ല. എന്റെ അനുഭവത്തിലൊക്കെ വളരെ തുറന്ന മനസ്സോട് കൂടിയിട്ട് അതിനെ സമീപിക്കാനും അത് പ്രവർത്തിക്കാനും ഒക്കെ അവർക്ക് സാധിക്കുന്നുണ്ട്. ഈ വടക്കേക്കാട് പഞ്ചായത്തിന്റെ ഒരു പ്രാധാന്യം ഞാനിപ്പോ നമ്മളോട് പറയാതിരുന്നത്, ഈ കേരളത്തിൽ തന്നെ 1930കളിലൊക്കെ ഈ നവോത്ഥാന പ്രസ്ഥാനമൊക്കെ ഉണ്ടായപ്പോൾ, നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹം മുതലായിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ടായപ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശില്പികളൊക്കെ ഉണ്ടായത് വടക്കേക്കാട് പഞ്ചായത്തിൽ നിന്നാണ്. വള്ളത്തോളുണ്ടായി, ചിറ്റഴി വീട്ടിൽ നിന്ന്. അപ്പൊ നമ്മളുടെ നമ്പൂരി ഹോളൊക്കെ നിൽക്കുന്നതിന്റെ അവിടെയാണ് വള്ളത്തോളിന്റെ ഭാര്യാഗ്രഹം. നായന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഭാര്യാഗ്രഹത്തിലാണ് ജീവിക്കുക, ചിറ്റഴി വീട്ടിലാണ്. അപ്പൊ അവിടെയായിരുന്നു വള്ളത്തോളം. അതുപോലെ അതിന്റെ അടുത്താണ് MRB ഉണ്ടായിരുന്നത്, പ്രേംജി ഉണ്ടായിരുന്നത്. നമ്പൂരി സമുദായത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് നമ്പൂരി സമുദായത്തിൽ നിന്ന് വിട്ട് മറ്റുള്ള സമൂഹങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ സാഹിത്യ പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തിക്കാനും വേണ്ടിയിട്ടൊക്കെ ആദ്യകാലത്ത് മാതൃക കാട്ടിയ നമ്പൂതിരി യുവാക്കളാണ് വടക്കേക്കാട് പഞ്ചായത്തിന്റെ അടിക്കല്ലുകളായിട്ട് സംസ്കാരത്തിന്റെ ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കും. അങ്ങനെ പറയുകയാണെങ്കിൽ നിരവധി ആൾക്കാരുണ്ട്. ആ ഒരു കാലം മാറി പുതിയ കാലം വന്നു. പുതിയ കാലത്തായാലും പല പല ഘട്ടങ്ങളിലൂടെ ആണെങ്കിലും വീണ്ടും ഈ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ വരുമ്പോൾ ചെറിയ വാശി കാര്യങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ തമ്മിൽ. എങ്കിലും മനുഷ്യർ ഒന്നിച്ചിരിക്കാനും ഒന്നിച്ചവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാവുന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ്. പൂമുഖം എന്താണ് എന്നുള്ളത് ഞാൻ ഇപ്പോഴും അത് കൃത്യമായിട്ട് എന്താണെന്ന് അറിഞ്ഞൂടാ, എനിക്കറിഞ്ഞൂടാ. കാരണം ഞാനല്ല ഇതിന്റെ ആൾക്കാർ, ഞാനിതിന്റെ ഔദ്യോഗിക ഭാരവാഹിയുമല്ല. ഇവരിങ്ങനെ ഒരു വീടുണ്ടാക്കുന്നു, അതിന് നല്ല ഉമ്മറൊക്കെ ഉണ്ടാക്കുന്നു. വാർക്കാനും വാർക്കാനായിരിക്കുന്നു വിചാരിച്ചാൽ ആദ്യം നോക്കുമ്പോൾ അതല്ല, ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാ ആൾക്കാർക്കും വരാം. അപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ ആൾക്കാർക്കും വരാന്ന് പറഞ്ഞാൽ അല്ല, മനുഷ്യന്മാരായി കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും വരാം. നായ്ക്കൾക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വാതിൽ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മനുഷ്യന്മാർക്കൊന്നും അങ്ങനെ തടസ്സമില്ല, ആർക്ക് വേണമെങ്കിലും വരാം.
അപ്പൊ ഇത് ഞാൻ വെറുതെ പറഞ്ഞയക്കുന്നത്, കാരണം ഇന്ന് കാലത്ത് നമ്മളുടെ മിക്കവാറും ഈ ഇത്തരത്തിലുള്ള വായനശാലകളാവട്ടെ, ഈ റിക്രിയേഷൻ ക്ലബുകളാവട്ടെ, അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ വരുന്നത് രാഷ്ട്രീയ കക്ഷികളുടെ ആൾക്കാരുടെ അടിസ്ഥാനത്തിലും മതത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ. മനുഷ്യരുടെ അടിസ്ഥാനത്തിൽ ഒരു സാംസ്കാരിക നിലയിൽ എവിടെയും വരുന്നില്ല. അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയം ഉണ്ടാവും, അതിന്റെ പിന്നിൽ ഒരു മതം ഉണ്ടാവും, അതിന്റെ പിന്നിൽ ഒരു വർഗീയ സംഘടന ഉണ്ടാവും. അപ്പൊ എന്നിട്ട് അവർ വിശാലമായിട്ടുള്ള വർത്തമാനമൊക്കെ പറയുമ്പോഴും അതിന്റെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ മനുഷ്യരും ഉൾക്കൊള്ളലാണ്, എല്ലാ മനുഷ്യർക്കും ഒരുപോലെ നീതി ലഭിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കലാണ് പഞ്ചായത്ത് മെമ്പർമാരുടെ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ദൗത്യം. അതായത് അവൻ കമ്മ്യൂണിസ്റ്റുകാരാണ്, എനിക്ക് വോട്ട് ചെയ്തിട്ടില്ല, എന്നാൽ അവന് ലോൺ കൊടുക്കണ്ട എന്ന് വെക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അവന്റെ വീട് ഒഴിഞ്ഞാലും അവൻ നമുക്ക് വോട്ട് ചെയ്തിട്ടില്ല, നമുക്ക് എതിരായിട്ട് പ്രവർത്തിച്ചവനാണ്, അവൻ നമ്മളെ ആളല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അവനെതിരായിട്ട് പ്രവർത്തിച്ചാലും അവൻ നമ്മുടെ ശത്രുവാണെങ്കിലും അയാൾക്ക് അർഹമായിട്ടുള്ള സംഗതികൾ അയാളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ പഞ്ചായത്ത് ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണ്. ഒരിക്കലും MLA, ഞാൻ പേര് പറയുന്നില്ല, നമ്മുടെയൊക്കെ ഒരു സുഹൃത്താണ്, കുറെ മുമ്പ്. അപ്പൊ അയാള് ഇലക്ഷന്റെ സമയത്ത് നമ്മളെ വേണ്ടാണ്ട് ഞാൻ അയാൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്, അയാൾക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ടൊക്കെ നമുക്ക് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇയാൾ MLA ആയപ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കൂല, എത്ര വിളിച്ചാലും ഫോൺ എടുക്കൂല. എന്നാലും എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കുക, ഒരു മെസ്സേജ് അയക്കൊന്നും ചെയ്യില്ല, കുറച്ച് മുമ്പ്. അപ്പൊ ഒരു ദിവസം ഞാൻ ഇയാളെ കണ്ടപ്പോൾ ചോദിച്ചത്, എന്താണ് ഞങ്ങൾ വിളിച്ച ഫോൺ എടുക്കാത്തത്? ഞാൻ അത്ര ഗൗരവമായിട്ടല്ല കേട്ടോ ചോദിച്ചത്. അപ്പൊ ഉടനെ അയാൾ ചോദിച്ചത് കുറച്ച് ദേഷ്യത്തിലാണ്, ഞാൻ വിളിക്കുമ്പോ ഈ ഫോൺ എടുക്കില്ലല്ലോ, പിന്നെ എന്തിനാ ഈ വിളിക്കുമ്പോ ഞാൻ ഫോൺ എടുക്കുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ശരിയാണ്, പക്ഷേ നീ ജനങ്ങളുടെ ശമ്പളം മേടിച്ചിട്ട് ഇരിക്കുന്ന ആളെ, ഞാൻ എപ്പോ വിളിച്ചാലും എടുത്തോളണം. നീ വിളിച്ചാൽ ഞാൻ എടുക്കേണ്ട യാതൊരു ഉത്തരവാദിത്തമില്ല. നീ എനിക്ക് വോട്ടും ചെയ്തിട്ടില്ല, എനിക്ക് ശമ്പളം തരുന്നില്ല. അപ്പൊ ഞാൻ എപ്പോ വിളിച്ചാലും എടുക്കാം, ഫോൺ എടുക്കണം. നീ MLA ആയാലും ഏത് വകുപ്പിലെ ആളായാലും. കാരണം ഞങ്ങളുടെ വോട്ടും ഈ ജനങ്ങളുടെ നികുതി പണം ശമ്പളമായിട്ട് വാങ്ങിച്ചിരിക്കുന്നത് നീ മസ്റ്റാണ്, എന്നിട്ട് ചൂടാവേണ്ടതാണ്. അതിനധികം ഡയലോഗും നീണ്ടുപോയില്ല. കാരണം ഇവർ പെട്ടെന്ന് അങ്ങ് രാജാക്കന്മാരാകും ചിലർ, ആ പഴയ കാലത്തേക്ക് വരും. അതായത് നമ്മൾക്ക് ഇഷ്ടമല്ലാത്തവരെ തട്ടുക, ഇഷ്ടമുള്ളവനെ മാത്രം സ്നേഹിക്കുക, അങ്ങനെയൊക്കെ. ഇത് തുല്യമായിട്ടുള്ള ഈ നീതി തുല്യമായിരിക്കണം ഈ മനുഷ്യരുടെ എല്ലാവരുടെ ഇടയിൽ. പ്രത്യേകിച്ച് പഞ്ചായത്ത് അംഗം, പഞ്ചായത്ത് നാടാണത്. ഇപ്പൊ MP സംബന്ധിച്ചിടത്തോളം MP വല്ലപ്പോഴൊക്കെ വന്നാൽ മതി. MLA അതുപോലെ പലപ്പോഴും മീറ്റിങ്ങിനൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ബസ് സ്റ്റാൻഡൊക്കെ അല്ല ബസ് സ്റ്റോപ്പൊക്കെ പണിയിച്ച് ഇതിന്റെ വകാന്നൊക്കെ എഴുതി വെച്ചാൽ മതി. ഇതങ്ങനെയല്ല. ഇത് ജനങ്ങളുടെ ഒപ്പം നിൽക്കേണ്ട പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു തസ്തികയിലാണ് ഓരോ മെമ്പർ ഇരിക്കുന്നത്. അവരുടെ വീടിനെ എങ്ങനെ അവർ വിഷമിക്കുന്ന വീടിനെ ഓർത്ത്, അതുപോലെ ആ വാർഡിലെ എല്ലാ മനുഷ്യരെയും പറ്റി ഓർത്ത് അവര് കുറച്ച് ഉണർന്നിരിക്കണം. കിടന്നുറങ്ങാനൊന്നും പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇലക്ഷൻ നിൽക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ വോട്ടിനൊന്ന് ജയിച്ചിട്ട് പണി കഴിഞ്ഞു, അങ്ങനെയല്ല. അത് വളരെ, അപ്പൊ അതിന് വളരെ നബിലിനോടൊക്കെ നമ്മള് ഇവിടെ ഒരു കുളത്തിന്റെ കാര്യമുണ്ട്. അപ്പൊ ഇവരൊക്കെ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ കുളം ഉപയോഗം ഇല്ലാണ്ട് കിടക്കണം, ആരും കുളിക്കൂല, ഒന്നും ചെയ്യൂല. ഈ വായനശാലയുടെ പിന്നിൽ എല്ലാവർക്കും പോയി നോക്കിയാലും കാണാം. അപ്പൊ ഇവിടെ കുട്ടികൾ ചെറുതായിട്ടൊക്കെ നീന്തൽ പഠിക്കണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ ഇവര് പോയിട്ട് പറഞ്ഞ ഉടനെ തന്നെ നബിൽ എന്ന് പറഞ്ഞ് അതൊരു സ്കീമുണ്ട്, നീന്തൽക്കുളമായിട്ട് അത് വികസിപ്പിക്കാനുള്ള സ്കീമുണ്ട്. ഏതാണ്ട് 50 ലക്ഷം റുപ്യോളം അതിന് ഉള്ള നീക്കി വെക്കാം, അങ്ങനെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ബെഡായി പറയണതാണ് വെറുതെ. എല്ലാരും പറയുന്നതൊക്കെ നമുക്ക് ഉടനെ ശരിയാക്കാം, അത്ര ലക്ഷം കോടി എന്നൊക്കെ പറയും. അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കണ്ടാൽ അറിയാത്ത മാതൃകയിൽ അതൊരു നീന്തൽക്കുളമാക്കിയിട്ട് മാറ്റാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു. ഈ കുട്ടികൾ രാവിലെ നീന്തുമ്പോഴും 100ഓളം കുട്ടികളെ, 100 ചില്ലാനും കുട്ടികളെ ഇവര് ദിവസം അഷ്റഫും അതുപോലെ ഉസ്മാനും ഇവിടെയുള്ള ചെറുപ്പക്കാർ വന്നിട്ട് ഈ ചെറിയ മക്കളെ എന്ന് പറഞ്ഞാൽ 5 വയസ്സിൽ താഴെ കുട്ടികളൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഇത്ര വലിയ കുളത്തിൽ നീന്തൽ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഭയങ്കര അപകടമാണ് കിട്ടും. കാരണം ഈ കുട്ടികളൊക്കെ വെള്ളത്തിൽ പിളർന്ന് പോയി കഴിഞ്ഞാല് മറുപടി പറയേണ്ടി വരില്ല. അപ്പൊ ആ ധൈര്യം ഉണ്ടല്ലോ അവർക്ക്, അവരുടെ മക്കളെയാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞ പോലത്തെ ആ ധൈര്യത്തില് 100ഓളം കുട്ടികളെ, നമ്മുടെ കുട്ടികൾക്ക് ഒന്നും നീന്തൽ അറിയില്ല, കാരണം പൊതു കുളങ്ങളില്ല. അപ്പൊ പിന്നെ ടൗണിലാണെങ്കിൽ അവർക്ക്
സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് നീന്തൽ പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നമ്മുടെ കുളങ്ങളൊക്കെ മൂടി. ആ സമയത്താണ് പൂമുഖം ഇവരോട് റിക്വസ്റ്റ് ചെയ്തിട്ട് പഞ്ചായത്ത് ഒരു കുളം ഇവിടെ അത് പോയി നോക്കിയാലാണ് അത് എങ്ങനെ വികസിപ്പിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് നീന്താൻ വേണ്ടിയിട്ടും കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള സൗകര്യത്തോട് കൂടിയിട്ട് വലിയ സ്കീമിലാണ് അത് വികസിപ്പിച്ചത്. അങ്ങനെ ഒരു നന്മയുടെ എന്തോ ഒരു സംഗതി ഈ പഞ്ചായത്തിൽ എവിടെയൊക്കെയോ വർക്കുന്നത്. അപ്പൊ അതിലാണ് നമ്മൾ കേന്ദ്രീകരിക്കുന്നത്. അതെങ്ങനെ വർദ്ധിപ്പിക്കാം, അതെങ്ങനെ മാതൃകയാക്കാം. അതിനാണ് പുതിയ തെരഞ്ഞെടുപ്പിലുള്ള ആൾക്കാർ വരേണ്ടത്. ഞാൻ അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും അല്ല പോകുന്നത്. അതിന് ആണ് അമൃതയൊക്കെ വന്നിട്ടുള്ളത്. ഞാൻ പറയുന്നത് അതിന്റെ ഒരു ദൗത്യം എന്താണ് എന്നത് ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് പറയാൻ മാത്രമേ. മനുഷ്യര് സന്തോഷകരമായിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് സമാധാനത്തോടു കൂടിയിട്ട് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് പഞ്ചായത്ത് ബോർഡിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രവൃത്തിയുടെ ലക്ഷ്യമാവേണ്ടത്. അത് നിങ്ങൾക്കാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓരോരുത്തരെയും ഇനി വീണ്ടും വീണ്ടും ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞ് ഞാൻ ക്ഷണിക്കുന്നില്ല. ആദ്യം തന്നെ അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത് ജിൻസി സാബുവിനെ, പഞ്ചായത്ത് പ്രസിഡന്റിനെ ജിൻസി ബാബുവിനെ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്നു. അതിനുശേഷം അമൃത മുഖ്യപ്രഭാഷണം നടത്തും. പിന്നെ പല വിഷയങ്ങളുണ്ട്. അമൃതയ്ക്കാണെങ്കിൽ തിരിച്ചു പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉദ്ഘാടനത്തിന് ശേഷം ആയിരിക്കും അമൃത നിങ്ങളോട് പ്രസംഗിക്കുന്നത്. എന്തായാലും അമൃത പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ പോകും. പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ പറഞ്ഞു തന്നാൽ മതി എന്താ പറഞ്ഞത്. കാരണം എനിക്കൊരു സ്ഥലത്ത് പോകണ്ട. ശരി.